പുരാതന റോമിന്റെ വിജയങ്ങൾ ഗമയോടെ അയവിറക്കുകയും പുരാതനമായ റോമൻ സാമ്രാജ്യത്തിന്റെ അതിരുകളുടെ അവകാശം തങ്ങൾക്കാണെന്ന് ഭാവിക്കുകയും ചെയ്തു. നാസി ജർമ്മനി പഴയകാലത്തെ പാഗൻ സംസ്കാരത്തെ ആരാധിച്ചിരുന്ന പോലെ ഇറ്റലിയും സ്വപ്നങ്ങളിൽ ജീവിക്കുകയായിരുന്നു. ഒന്നാം ലോകമഹായുദ്ധാനന്തരം ഇറ്റലിയിൽ നിലനിന്ന സാമൂഹ്യ അരക്ഷിതാവസ്ഥയും ഒരു പുതിയ വ്യവസ്ഥയെക്കുറിച്ചുള്ള അവരുടെ അന്വേഷണവും ഒരു നല്ല അവസരമായി കണ്ട മുസോളിനി മുൻ പട്ടാളക്കാരെയും തൊഴിലില്ലാത്തവരെയും മറ്റ് വിപ്ലവകാരികളായ സർവകലാശാലാ വിദ്യാർത്ഥികളെയും കൂടെ കൂട്ടി. ഒരു അർദ്ധസൈനിക സംഘടനയായി തന്റെ അനുയായികളെ സംഘടിപ്പിച്ച മുസോളിനി അതിന് ബ്ലാക്ക് ഷർട്ട്സ് എന്ന് വിളിച്ചു. കറുത്ത കുപ്പായങ്ങൾ കരുണയില്ലാത്തവരും കയ്യേറ്റക്കാരുമായിരുന്നു. എതിരാളികളെന്ന് കരുതിയ ഗ്രൂപ്പുകളെ അവർ നിരത്തുകളിൽ ആക്രമിച്ചു. റോമൻ മാതൃകയിലുള്ള അഭിവാദ്യവും പാട്ടുകളും യൂണിഫോമും മുദ്രാവാക്യവും ഔദ്യോഗിക മാർച്ച് പാസ്റ്റുകളും കൊണ്ട് ഒരു വൈകാരിക തിമിർപ്പ് ഇവർ അജ്ഞരും മാശിയേറ്റവരുമായ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കി. ഒക്ടോബർ 29 50,000 പട്ടാളക്കാരോടൊപ്പം ഫാസിസ്റ്റുകൾ റോമിലെത്തി. ഈ സൈന്യത്തെ നേരിടുക ബുദ്ധിയല്ലെന്ന് കരുതിയ രാജാവ് മുസോളിനിയെ പുതിയ സർക്കാരുണ്ടാക്കുവാൻ ക്ഷണിച്ചു. പെട്ടെന്ന് തന്നെ മുസോളിനി മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും നിരോധിച്ചു. ചില പ്രതിപക്ഷ നേതാക്കളെ നാടുകടത്തുകയും മറ്റു ചിലരെ തടവിലിടുകയും ചെയ്തു. ഫാസിസ്റ്റുകൾ മുസോളിനിയെ പരമോന്നതനെന്നും പ്രത്യേക സിദ്ധികളുള്ളവനായതു കാരണം വെളിപാടനുസരിച്ച് തെരഞ്ഞെടുക്കപ്പെട്ടവനാണെന്നും കരുതി. മുസോളിനിയുടെ ഔദ്യോഗിക പരസ്യവിഭാഗം പത്രക്കാരോട് ഏത് ചിത്രം ഏത് പേജിൽ എത്ര വലുപ്പത്തിൽ പ്രസിദ്ധീകരിക്കണമെന്ന് നിർദ്ദേശിച്ചു. ഒരു ശക്തനായ സൈന്യാധിപനായി, കൊയ്ത്തു നടത്തുന്ന കൃഷിക്കാരനായി, യുവാക്കളെ അഭിസംബോധന ചെയ്യുന്നയാളായി, നയങ്ങൾ രൂപീകരിക്കുന്ന ആളായി മനോഹരമായ ചിത്രങ്ങളിലൂടെ മുസോളിനി അവതരിപ്പിക്കപ്പെട്ടു. മുസോളിനിയെ എല്ലാ കാര്യങ്ങളിലും വ്യക്തമായ അറിവുള്ള ആളായി എല്ലാ പ്രസിദ്ധീകരണങ്ങളിലും അവതരിപ്പിച്ചു. വിമാനം പറത്തുന്ന രൂപത്തിലും ഫോട്ടോ എടുക്കുന്ന പോലെയും നീന്തുകയും ആൽപ്സിലെ മഞ്ഞുമലകളിൽ സ്കീയിങ് നടത്തുന്ന പോലെയും പത്രങ്ങളിലെ പേജുകളിൽ മുഴുവൻ പൂർണ്ണ വലുപ്പത്തിൽ മുസോളിനിയുടെ ചിത്രങ്ങൾ നിറഞ്ഞു. ഫാഷിസ്റ്റ് തത്വശാസ്ത്രത്തിന്റെ നേതാവിനെ അക്ഷരങ്ങൾ കൊണ്ട് ഒരു വിഗ്രഹമാക്കി മാറ്റി. യുദ്ധം പ്രഖ്യാപിക്കാതെ തന്നെ 1935 മുസോളിനി അബിസീനിയ ആക്രമിച്ചു. തന്റെ ഫാസിസ്റ്റ് വീക്ഷണങ്ങൾ പ്രാവർത്തികമാക്കുവാൻ ഈ യുദ്ധം അനിവാര്യമാണെന്ന് അദ്ദേഹം കരുതി. 1935 ഒക്ടോബർ 2 പൂർണ്ണമായും സജ്ജരായ ഇറ്റാലിയൻ സേന രാജ്യത്തെ സുപ്രധാന സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചു. ജനസംഖ്യ ഏറെയുണ്ടായിരുന്ന സ്ഥലങ്ങളിൽ പ്രയോഗിച്ച വിഷലിപ്തമായ വാതകം ധാരാളം ദാരുണ മരണങ്ങൾക്ക് കാരണമായി. ഹെയിൽ സെലസി രാജാവിന്റെ നേതൃത്വത്തിലുള്ള സമാധാനകാംക്ഷികളായ ജനങ്ങൾക്ക് അവരുടെ പ്രാകൃത ആയുധങ്ങൾ ഉപയോഗിച്ച് ആധുനിക യുദ്ധതന്ത്രങ്ങളെ പ്രതിരോധിക്കാനായില്ല. ഫലം ഒരു കൂട്ടക്കൊലയായിരുന്നു. ഇത്രയും വലിയ സൈനിക ശക്തി ഉണ്ടായിട്ടും മുസോളിനി രണ്ടാം ലോക മഹായുദ്ധത്തിൽ പരാജയപ്പെട്ടു. മുസോളിനിയും അദ്ദേഹത്തിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥന്മാരും തൂക്കിലേറ്റപ്പെട്ടു.
ഫാഷിസത്താൽ തകർന്ന മറ്റൊരു രാജ്യം സ്പെയിൻ ആയിരുന്നു. ഹിറ്റ്ലറിന്റെയും മുസോളിനിയുടെയും സഹായത്താൽ ഫ്രാങ്കോയുടെ സൈന്യം ശത്രുക്കളായ കമ്മ്യൂണിസ്റ്റുകാരെ ക്രൂരമായ നീണ്ട ഒരു യുദ്ധത്തിൽ കീഴ്പ്പെടുത്തി നിയന്ത്രണം ഏറ്റെടുത്തു. 1975 വരെ ഫ്രാൻസിസ്കോ ഫ്രാങ്കോ തന്റെ ഉരുക്കുമുഷ്ടി നയം ഉപയോഗിച്ച് ക്രൂരമായ അടിച്ചമർത്തൽ ഭരണം രാജ്യത്ത് നടപ്പിൽ വരുത്തി. പ്രായമായവരെന്നോ സ്ത്രീകളെന്നോ കുട്ടികളെന്നോ ഉള്ള ആനുകൂല്യം നൽകാതെ തന്റെ രാജ്യത്തെ തന്നെ 10,000-കണക്കിന് ജനങ്ങളെ അദ്ദേഹം വകവരുത്തി. 1938 ഫ്രാങ്കോ സ്പെയിനിനെ ഒരു വൻ ആഭ്യന്തര യുദ്ധത്തിലേക്ക് വലിച്ചിഴച്ചു. സഹോദരന്മാർ തമ്മിൽ യുദ്ധം ചെയ്തു, അച്ഛൻ മക്കൾക്കെതിരെയും. ആഭ്യന്തര യുദ്ധകാലത്ത് ഓരോ നാളും ശരാശരി 500-ലേറെ പേർ കൊല്ലപ്പെട്ടു. അക്രമത്തിനും കൂട്ടക്കുരുതിക്കും അതിക്രമങ്ങൾക്കും മനുഷ്യത്വരഹിതമായ കൊലകൾക്കും അവസാനമുണ്ടായില്ല. സ്പാനിഷ് ആഭ്യന്തര യുദ്ധം അതിന്റെ കണക്കിൽ 6 ലക്ഷം മരണത്തിന് കാരണമായി. തങ്ങളുടെ ആയുധങ്ങൾക്കും സേനയ്ക്കുമുള്ള അഭ്യാസകളരിയായും പരീക്ഷണശാലയായും ഹിറ്റ്ലറും മുസോളിനിയും സ്പെയിനിനെ കണ്ടു. ഇതിന്റെ ഉദാഹരണമാണ് തന്നെ സഹായിച്ചതിനുള്ള പ്രതിഫലമായി ഹിറ്റ്ലറിന് ഫ്രാങ്കോ ഒരു ഗ്രാമം കൈമാറിയത്. 1931 മെയ് 5 പ്രഭാതത്തിൽ നാസി സാങ്കേതികത ഉപയോഗിച്ചുള്ള ഫ്ലീറ്റ് ബോംബറുകൾ ഗോർണിക്ക എന്ന പട്ടണം തുടച്ചു നീക്കി. നാസികൾക്ക് അവരുടെ വിമാനങ്ങൾ പരിശോധിക്കുവാനുള്ള സ്ഥലമാക്കി മാറ്റി ഫ്രാങ്കോ ആ പട്ടണത്തെ ഒറ്റപ്പെടുത്തി. മൂന്നാം ലോക ഫാഷിസ്റ്റുകൾ. ഫാഷിസം രണ്ടാം ലോകമഹായുദ്ധത്തിൽ സൈനിക പരാജയം ഏറ്റുവാങ്ങി. നാസി ജർമ്മനിയും ഫാസിസ്റ്റ് ഇറ്റലിയും ജപ്പാൻ ഫാഷിസവും ചേർന്ന മുന്നണി യുദ്ധത്തിൽ പരാജയപ്പെടുകയും ഈ 3 രാജ്യങ്ങളിലെയും ഫാഷിസ്റ്റ് വാഴ്ച തുടച്ചു നീക്കപ്പെടുകയും ചെയ്തു. ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തു. മുസോളിനിയെ തന്റെ തന്നെ നാട്ടുകാർ തൂക്കിലേറ്റി. ജപ്പാനിൽ സർക്കാർ സ്വയം പിരിച്ചുവിട്ടു. ഫാഷിസം ഉയർത്തെഴുന്നേറ്റത് 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ വർഷങ്ങളിലാണ്. പക്ഷേ അതിന്റെ പകുതിയാണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ അത് തകർന്നുപോയി. ഇതിന്റെ അർത്ഥം ഫാഷിസം ലോകത്തിന്റെ എല്ലാ ഭാഗത്തുനിന്നും ഉന്മൂലനം ചെയ്യപ്പെട്ടു എന്നല്ല. രണ്ടാം ലോകമഹായുദ്ധത്തെ തുടർന്ന് ഫാഷിസം 3-ാം ലോകരാജ്യങ്ങളിൽ വളരുവാൻ ആരംഭിച്ചു. ലാറ്റിൻ അമേരിക്കയിലും ആഫ്രിക്കയിലും അധികാരം പിടിച്ചെടുത്ത സ്വേച്ഛാധിപതികളും ഗൂഢസംഘങ്ങളും അടിസ്ഥാനപരമായി സ്വീകരിച്ചിരിക്കുന്നത് ഫാസിസ്റ്റ് പ്രത്യയശാസ്ത്രമാണ്. ആയിരത്തി 1973 ചിലിയിലെ ഏകാധിപതിയായിരുന്ന പിനോക്കെസ്റ്റ് അക്കാലത്ത് രാജ്യം ഭരിച്ചിരുന്ന അലയൻസിനെതിരെ നടത്തിയ രക്തരൂഷിത ആക്രമണം രാജ്യത്തെ